ഫുൾ പ്രതീക്ഷ ഈ നാടൻ പാട്ടിലാണ് കേട്ടോ. അപ്പോൾ എനിക്കറിയില്ല കാര്യം എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോഴേ ഞാൻ തീർന്നു. കാരണം അപ്പം ഞാൻ എല്ലാവരും കേട്ടല്ലോ, ആർക്കും എന്നെ അറിയില്ല, എനിക്ക് ആരുമായിട്ടൊരു കണക്ഷനില്ല. ആകെ അതിൽ ആ ടീമിൽ, നാടൻ പാട്ടിൻ്റെ ടീമിലുള്ള ഒരാൾ എൻ്റെ കൂടെ ട്യൂട്ടോറിയൽ പഠിക്കുന്ന കുട്ടിയാണ്, അവളെ മാത്രമേ എനിക്കറിയാം. അപ്പോൾ ഞാൻ പിന്നെ മിണ്ടാതെ ഒരു മൂലയിൽ പോയെങ്കിരുന്നു. പറയാനും കരയാനും ഒന്നും ആരുമില്ലല്ലോ. പോയിരുന്നിട്ട് പിന്നെ സാറിനോടൊന്നും ചോദിക്കാൻ തോന്നിയില്ല എനിക്ക്. അപ്പോൾ എന്തുവാണ് അപ്പോൾ ഒരു കാര്യമുള്ളത്, നാടൻ പാട്ട് അടിപൊളി ടീമാണ്. കാരണം ഫുൾ പ്രതീക്ഷ ഈ നാടൻ പാട്ടിലാണ് കേട്ടോ. അപ്പോൾ സാർ അതിൻ്റെയൊക്കെ പിറകെ അങ്ങനെ പോവുകയാണ്. എന്നെ ശ്രദ്ധിച്ചില്ല എന്നല്ല, എനിക്ക് പറഞ്ഞു തന്നു. പക്ഷേ എൻ്റെ മിസ്റ്റേക്ക് കൊണ്ട് എനിക്കത് ഓർമ്മ വരുന്നില്ല. എനിക്കറിയില്ല കാര്യം എന്താണെന്ന് എനിക്കറിയില്ല. ആ ഈണം എൻ്റെ മനസ്സിൽ വരുന്നില്ല. അപ്പോൾ പടക്കളത്തിലെ പൂമ്പാറ്റ എന്നാണ് ആ ഒരു പാട്ടിൻ്റെ പേര്. അതിലൊരു പടയാളി ഒരു പടക്കളത്തിൽ ഒറ്റയ്ക്കായി പോകുന്നൊരു സ്റ്റോറിയാണ്. ആ അവസ്ഥ തന്നെയായിരുന്നു എനിക്ക്. ഫുൾ ആ ഒരു അവസ്ഥയിലായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ സ്റ്റേജിൽ എല്ലാവരും അവരവരുടെ സ്റ്റേജിലേക്ക് കൊണ്ടിരുത്തി. ഞാൻ എൻ്റെ സ്റ്റേജിലിരിക്കുന്നുണ്ട്. ഒത്തിരി കുട്ടികളുണ്ട് കേട്ടോ അവിടെ. ആദ്യമായിട്ടാണ് കവിതയ്ക്കൊക്കെ ഇത്രയും കുട്ടികളിങ്ങനെ സ്റ്റേജിൽ ഫുള്ളായിട്ട് ആളിരിക്കുന്നതൊക്കെ ഞാൻ കാണുന്നത്. അപ്പോഴേ ഞാൻ തീർന്നു. കാരണം സാധാരണ ഞാൻ UP സ്കൂളിലൊക്കെ പോകുമ്പോൾ ഒരു കുഞ്ഞ് ക്ലാസ്സിൽ കുറച്ച് കുട്ടികളെ ഉണ്ടാവത്തുള്ളൂ. ഞാനിങ്ങനെ ഫുൾ അമ്മയും കൂടെ ഇല്ല, ടെൻഷനും കാര്യങ്ങളും ഒന്നും പറയാൻ ഒരാൾ പോലും അടുത്തില്ല. അതാണ് ഏറ്റവും വലിയൊരു സങ്കടമായിട്ട് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഇടയ്ക്ക് ഞാനത് ഒരിക്കലും മറക്കില്ല. ആ ഒരു മൊമെൻറ്റ് ഞാൻ മറക്കത്തില്ലേ. ആ സമയത്ത് എന്നോട് ചേച്ചി, ആ നാടൻ പാട്ടിലൊരു ചേച്ചി വന്നിട്ട് ചോദിച്ചു, എടാ നിൻ്റെ നമ്പർ എത്രയാണ്, ചെസ് നമ്പർ എത്രയാണെന്ന് ചോദിച്ചിട്ട് ആൾ പോവുകയാണ്. അപ്പോൾ ഞാൻ നമ്പറൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്.